ഹലോ, ഇന്ന് നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കിയത്. ഞാൻ ക്രിസ്മസൊക്കെ വരുമല്ലേ, ക്രിസ്മസിന് വേറെ ഉണ്ട്, എന്നാലും ക്രിസ്മസിനൊക്കെ ഇടയ്ക്കൊന്ന് കഴിക്കാൻ വേണ്ടി ഒരു മട്ടൻ നല്ല കണ്ടോ. ഒന്നാമത് മട്ടൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 3 പ്രാവശ്യം കഴുകി. അപ്പം കഴുകിയൊക്കെ വെച്ച് നമുക്ക് ശകലം മസാലയൊക്കെ പുരട്ടി ഒന്ന് വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് മട്ടൻ കറി വെക്കാം. എപ്പടി ഞാനൊരു മേടിച്ചിരിക്കുന്ന 2 കിലോ മേളിലുണ്ട്. ഞാൻ കാണിക്കാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശകലം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടൊന്ന് ഇളക്കി ഒരു അരമണിക്കൂർ വെക്കും. അത് കഴിഞ്ഞ് ചെറിയ കുക്കറിലൊന്ന് സത്യം പറഞ്ഞാൽ കുക്കറി വേവിക്കണ്ട. പക്ഷേ ഇന്ന് ശകലം ഞാൻ തിരക്കിലാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പരിപാടി കഴിക്കണം. അതുകൊണ്ട് കുക്കറി ഒരു വിസിൽ അടിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പ് 1 സ്പൂണ്, ഒരു 3 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 4 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, ശകലം ജിഞ്ചർ പൊടിയാണ് കേട്ടോ. അത് ശകലം ഗാർലിക്കിൻ്റെ പൗഡർ, നല്ല മുഴുത്ത ഗാർലിക്കിൻ്റെ ഒരു 3 അല്ലി, 3 4 5 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 3 ഇടുന്നു കേട്ടോ. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്യും കേട്ടോ. മട്ടന് വേണ്ടി ഇത് ഇത്ര വലിപ്പത്തിൽ ഇഞ്ചി വേണം, ഒരു ഫുള്ള് ഇതുള്ള വെളുത്തുള്ളി, പിന്നെ ഇത് 4 ഉള്ളി, ഇതിൽ 3 വലുതും പിന്നെ അതിൻ്റെ ഒരു പകുതി മുറിച്ചതുമാണ്. അതുകൊണ്ട് എല്ലാം 4 മേലുള്ള ഉള്ളിയുണ്ട്, 3 പച്ചമുളകുണ്ട്, കരിവേപ്പിലയുണ്ട്. നമ്മുടെ മട്ടൻ കുക്കറിൽ നമ്മൾ ഒരു കുറച്ച് നേരം വെച്ചിരുന്നു. ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഉണ്ടോ. ഇവിടുത്തെ ഇതാകുമ്പോൾ പെട്ടെന്ന് വേവും, അതായത് വെന്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി ഉള്ളിയും അതൊക്കെ ഒന്ന് വഴറ്റാം. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉരുളിയാണ്, അത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏലക്ക കറുവാപ്പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ശകലം എണ്ണ ഒഴിക്കാം. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ അധികം ഒഴിക്കണ്ട, നമ്മൾ ഒത്തിരി എണ്ണ ഒഴിക്കുന്നത് കാരണം ഇതിൻ്റെ നെയ്യ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ മട്ടൻ്റെ. അതും കൂടെ ആകുമ്പോൾ നല്ലതായിട്ട് ഇതാവും. അതുകൊണ്ട് നമുക്ക് എണ്ണ അത്ര മതി. നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം. അത് മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ. കരിയാപ്പില, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടില്ല. നമുക്ക് ഉള്ളി ഒക്കെ ഒന്ന് വഴറ്റാം. അതൊന്ന് വഴറ്റുന്ന പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കരിയാപ്പില ഇട്ടിട്ടുണ്ട്. അത് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വഴറ്റി വരും. നന്നായിട്ട് വഴണം, ഒരു ഗോൾഡൻ കളർ ആവണം, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉള്ളിയൊക്കെ ഒരുമാതിരി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. അവിടെ വഴഞ്ഞ് നമുക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടാം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി ദേഹത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് മാറ്റണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുമാതിരി എല്ലാം നല്ലതായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ശകലം മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി ഇടാം കേട്ടോ. 1 സ്പൂണ് 1-2 സ്പൂൺ ഇടാം. നമ്മൾ നല്ലതായിട്ട് ശകലം പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്, ശകലം ഗരം മസാല ഇട്ടിട്ടുണ്ട്. നമ്മൾ മല്ലിപ്പൊടി ഇട്ടായിരുന്നു, ഒരു 1.5 സ്പൂൺ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്നത് ഇതിനോട് ചേർത്ത് കൊടുക്കാം. ആദ്യം അതിൻ്റെ ചാറ് ശകലം ഒഴിക്കാം, അത് കഴിഞ്ഞ് ബാക്കി ചേർക്കാം. മെയിൻലി നമ്മളത് വെള്ളം ഒഴിക്കാൻ കാരണം അതിൻ്റെ നെയ്യ് ഉണ്ടോ, ഈ കയ്യിലെല്ലാം നെയ്യാണ്. അതൊന്ന് ഇറങ്ങി ഒന്ന് ഇതാകാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഒന്ന് വഴറ്റായ നെയ്ക്കൂടെ നെയ്യുടെ കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളതിൻ്റെ അകത്തോട് ശേഷം ക്യാരറ്റും ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതൊന്ന് കഴുകിയിട്ട് ഇടാം കേട്ടോ. നമുക്ക് അതിനകത്ത് ഇട്ടേക്കാം, ഉരുളക്കിഴങ്ങും ക്യാരറ്റൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് മട്ടൻ്റെ നെയ്യാണ് കൂടുതൽ കാണുന്നത് കേട്ടോ. നമ്മളത് അതിനകത്തിട്ട് ആ ചാറ് വെച്ചപ്പോൾ നല്ല മട്ടൻ്റെ നെയ്യ് അതിനകത്ത് കിടന്ന് ഇവനൊന്ന് വരണ്ട്
അത് കഴിഞ്ഞ് നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ എടുത്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഇറച്ചിയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. ഉരുളക്കിഴങ്ങ് ഇട്ട് നമുക്കിനി ഒരു മിനിറ്റ് പോലും ആയില്ല, നമുക്ക് ഇറച്ചിയും ഇട്ട് കൊടുക്കാം. അവിടെ കിടന്ന് രണ്ടും കൂടെ അങ്ങ് തിളച്ച് മറിയട്ടെ. അതൊന്ന് കഴുകിയിട്ട് അവളോട് ഒഴിക്കാം. നമ്മൾ ഇറച്ചി ഇട്ടുകൊണ്ട് ഇളക്കി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക എല്ലാം കൂടെ. എന്നിട്ട് അവിടെ കിടന്ന് നല്ല പരുവത്തിന് ഒന്നുകൂടെ വേകട്ടെ. ഇറച്ചിയൊക്കെ ഒരുമാതിരി നല്ലതായിട്ട് വെന്തമാണ്. ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാം കൂടെ കിടക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് വേകും. ഉപ്പൊക്കെ നോക്കാം. മട്ടൻ നല്ല ഇതായിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറിയ സീക്രട്ട്, അത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണ്. ഇതിൻ്റെ നെയ്യ് കണ്ടോ, അവനെ ഇതിങ്ങനെ ഊറ്റണം. ഉണ്ടോ, അതിങ്ങനെ ഊറ്റിയെടുക്കുക. ശകലം ഇഷ്ടംപോലെ നെയ്യുണ്ടോ. സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ശകലം കരിവേപ്പില. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു സാധനം ചേർക്കാറുണ്ട്, അതെന്താ ഞാൻ കാണിക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അതിലോട്ട് നമ്മുടെ തൈര് ഒരു 2 സ്പൂണ് നന്നായിട്ട് അത് മൂപ്പിക്കാതെ ഒത്തിരി കൊണ്ടേ കാണിച്ചു തരാം. ഇത് നന്നായിട്ട് ഇളക്കി നല്ലതായിട്ട് യോജിപ്പിച്ച് ഉണ്ട്. ഇപ്പോൾ ഇതുപോലെ എണ്ണ തെളിയും, നമ്മുടെ ഫാറ്റൊക്കെ തെളിഞ്ഞു വരും. അന്നേരം നമ്മൾ നമ്മുടെ ഈ മീറ്റിനകത്ത് ചേർക്കാൻ മതി. നല്ല കൊഴുപ്പ്, നല്ല ടേസ്റ്റ് കിട്ടും. മിക്സ് ചെയ്യാങ്ങി നമ്മളെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതേ പാലപ്പം, അടിപൊളി പാലപ്പം കണ്ടില്ലേ, അതുകൊണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നോക്കാം കേട്ടോ. പെണ്ണുമ്പിള്ള ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അവർക്ക് ആദ്യം തന്നെ കൊടുത്തേക്കാം, വിശന്ന് വരുന്നതല്ലേ. പാവം 2 പാലപ്പം. നമ്മളെ മട്ടൻ കറി അടിപൊളിയായിരിക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാം ഉണ്ടാക്കിയതെല്ലാം വെച്ചിരുന്നതാണ് മുമ്പേ ഞാൻ കാണിച്ചിട്ടായിരുന്നു കേട്ടോ. നല്ല തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല, തൈര് ചേർത്താണ്. ശകല അവസാനം ഒരു ടിപ്പ് പറഞ്ഞായിരുന്നല്ലോ നമുക്ക്. നല്ല ചൂട് പാലപ്പവും മട്ടൻ കറിയും നമ്മുടെ പെണ്ണുമ്പിള്ളയ്ക്ക് കൊടുത്തിട്ട് അഭിപ്രായം അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളെ മട്ടൻ കറി ഇവരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഓക്കെ, എടുത്തു നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്ക്. പാലപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റ് പൊടി മേടിച്ച് 1 മണിക്കൂർ തേങ്ങാപ്പാലും കൂട്ടി വെച്ചതാണ്. 1 മണിക്കൂർ എടുത്തുള്ളൂ. നമ്മുടെ ഗ്രാൻഡ് മദർ അല്ലേ, ഇതാണ്. 1 മണിക്കൂർ മതി. ജസ്റ്റ് തേങ്ങാപ്പാലും പഞ്ചസാരയും ഉപ്പും വെള്ളവും കലക്കി 1 മണിക്കൂർ. ഇതേ പടത്തിൽ കാണുന്ന പോലെ തന്നെയല്ലേ. അപ്പം റിവ്യൂ അല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടാ മട്ടൻ കറി? എങ്ങനെയുണ്ട്? നീ മര്യാദക്ക് നോക്ക്. സൂപ്പർ. അപ്പം മട്ടൻ കറിയും പാലപ്പം റെഡിയായി. ഓക്കെ, അപ്പം ഇത് റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ഗൈസ്. ബൈ.